മോളെ. ഡാഡി, മമ്മി. പെട്ടെന്ന് വരണമെന്ന് മോള് വിളിച്ചു പറഞ്ഞുകൊണ്ടാ ഇപ്പൊ തന്നെ വന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ മോളെ അകത്തൊരു പാട്ടും ബഹളമൊക്കെ? ആ, ഇതൊക്കെ പറയാനാ ഡാഡിയും മമ്മി ഇങ്ങോട്ട് വിളിച്ചത്. എന്തായാലും പാട്ട് നിങ്ങളും കേട്ടല്ലോ, ഭാഗ്യം. വന്ന് നിൽക്കുന്നുണ്ടല്ലേ കാന്താരികള്. ന്യൂസ് പിടിക്കാനാ ഇവളുമാരെ സഞ്ജുവിനെ മിസ്ലീഡ് ചെയ്യുന്നത്. മർമ്മത്തിന്റെ ഒരു നിപ്പ് കണ്ടില്ലേ? അയാൾ ഇപ്പൊ കുടിയൊക്കെ നിർത്തി അവരുടെ കൂടെ കൂടിയിരിക്കുക. ദുഷ്ടനാ. ആ, സഞ്ജീവൻ എവിടെ? അദ്ദേഹമല്ലേ ഗാനമേളയുടെ ലീഡർ. അടുത്തത് കമ്പോസ് ചെയ്യായിരിക്കും. ഇവിടെ നിന്നോ? മക്കളെ, കുട്ടികളെ ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? ഇതൊക്കെ നമ്പറാ ഡാഡി. എന്താ സഞ്ജീവ ഇതൊക്കെ? ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ടുള്ള ശീലമാണ് സാർ. അച്ഛൻ പഠിപ്പിച്ചതാ. ഏറ്റവും ആദരിക്കേണ്ടവരെ കണ്ടാൽ വന്നിക്കണമെന്ന്. നോക്കി നിൽക്കുന്നു. അങ്കിളിന് ആന്റിക്ക് ചായ കൊടുക്ക്. സദാനന്ദ, ഡ്രംസും ക്ലാർനെറ്റും ഒക്കെ ആയിട്ട് എല്ലാം ഡിപ്പാർട്ട്മെന്റുകാരാണല്ലോ. എന്താടോ ഇതൊക്കെ? ഒരു ഗാനമേളയുടെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു സാർ. ആ, പോലീസുകാരൊക്കെ ഡ്യൂട്ടി സമയത്ത് പാട്ടും കൂത്തുമായിട്ട് കൂടിയാല് അതും കമ്മീഷണർ നേതൃത്വത്തിൽ. ആ, നടക്കട്ടെ. ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാ മതി. സഞ്ജീവനോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ സിൽവർ ജൂബിലി. ഞാൻ ഇവളെയും എന്നെയും സഹിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം തികയുന്നു. ഈ വിവാഹ വാർഷികം നമുക്കൊരു ചരിത്ര സംഭവം തന്നെയാക്കണം. എന്താ ചെയ്തു? ഇത് മുഖസ്തുതിയാ. മറ്റേ പ്രശ്നം കൂടി ചോദിക്കട്ടെ. എന്താടോ സഞ്ജീവ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല? ഏയ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമോ? ഒരു പ്രശ്നമില്ല സാർ. അച്ഛൻ തന്നെ പറ, ഞാനും ഗീതവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മക്കളെ, നിങ്ങൾ മേട്ടത്തി തമ്മിൽ വല്ല പോരും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. കേട്ടില്ലേ, ഇവിടെ എല്ലാവർക്കും എല്ലാരോടും സ്നേഹവും വിശ്വാസവുമാ. ദാ കമ്പ്യൂട്ടറെ ചായ. താങ്ക് യു. അങ്കിളും ആന്റി ഞങ്ങളുടെ മനം പോലെ മംഗല്യം പരിപാടി ടിവിയിൽ വന്ന് കണ്ടിരുന്നു. ആ, അതിൽ ഗീതു പറഞ്ഞ് ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്റെ ഭർത്താവ് ഭയങ്കര സോഫ്റ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, ദൈവമാണെന്നൊക്കെ. അതുപോലെ തന്നെ അങ്കിൾ ഞങ്ങളുടെ ജീവിതവും, അല്ലേ അച്ഛാ? അതെ അതെ, ആ മനം പോലെ മംഗല്യം പരിപാടി ടിവിയിൽ വന്നപ്പോ സാറ് ഇവിടുന്ന് വരണമായിരുന്നു. സഞ്ജീവനും ഗീതും തമ്മിൽ അടി പിടി. അല്ല, അവർ അടുത്തടുത്തിരുന്ന് സംസാരവും കളിയും ചിരിയും നേരമ്പോക്കും. ഡാഡി, എനിക്കിവിടെ ബോറടിക്കുന്നല്ലേ? ഈ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ഉടനെ ഞാനും ഗീതും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക അങ്കിൾ. പഴനി, കാശി, രാമേശ്വരം, തിരുപ്പറക്കുണ്ട്രം വഴി തിരുപ്പതിയിലെത്തി രണ്ടുപേരും കൂടി മൊട്ടയടിച്ച് മടങ്ങും. അങ്ങനെ 10 ദിവസം ജോളി ട്രിപ്പ്. ഭഗവാനെ, ഡാഡി, ഇത് വെറുതെ പണം ചെലവാക്കണ്ടെന്നാ ഇവള് പറയണത്. ഓ, ഇങ്ങനെ ഒരു പിശുക്കി. അവര് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെന്നേ. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോ വിവാഹ വാർഷികത്തിന് എല്ലാരും വരണം. ഗോവാലുള്ള മക്കളെ കൂട്ടി നേരത്തെ വന്നേക്കണം. വിവാഹ വാർഷികത്തിന് ഇനി കുറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അവിടെ വന്ന് നിന്നോട്ടെങ്കിൽ. വേണ്ട, വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ. കേട്ടില്ലേ, കുട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോ വാർഷികത്തിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് എത്തുന്നു. സഞ്ജീവൻ, ഒന്ന് വന്നേ. സാർ, താൻ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ DGP, അത് ഓർമ്മ വേണം. തന്റെ പ്രകടനം മൊത്തം ഞാൻ അങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട്. അല്ല സാർ, അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു... മനസ്സിലായി. ഞാൻ വന്നപ്പോ ഒരു പാട്ട് കേട്ടല്ലോ, നന്നായിരുന്നു. എന്താ അത്? ഒന്ന് മൊളിക്കേ. ആണല്ല പെണ്ണല്ല, അടിപൊളി വേഷം, പെണ്ണായ. വെരി ഗുഡ്. പോലീസ് ഓഫീസറും മകളും ഒക്കെയാണല്ലോ കഥാപാത്രങ്ങൾ. താൻ വലിയൊരു കവിയും കൂടെ ആണല്ലേ? അയ്യോ സാർ, ഇത് ഞാൻ എഴുതിയല്ല, നമ്മുടെ DIG ഇടിക്കുള്ള സാർ എഴുതിയതാ. ഓഹോ, എന്നാ ശരി. ഇന്നാണ് വെഡിങ് ആനിവേഴ്സറി. IPS മറന്നിട്ടില്ലല്ലോ. ഇത് എന്തൊരു ചോദ്യം എന്റെ ഗീതു. എനിക്കാകപ്പാടെയുള്ള ഒരു അമ്മായിയപ്പന്റെ അമ്മായിയമ്മയുടെ വിവാഹ വാർഷികം ഞാൻ മറക്കുക എന്റെ കൂട്ടാ. ഒരേ ഒരു അമ്മായിയപ്പൻ ഒരാഴ്ച മുമ്പ് പോകുന്നതായിരുന്നു അതിന്റെ ഒരു മര്യാദ. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് കമ്മീഷണർക്ക് അങ്ങനെ ഒന്നും വന്ന് നിൽക്കാൻ പറ്റില്ല മോളെ. അത് DGP അങ്കിളിന് അറിയാം. ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വൈകിട്ട് ഞാൻ എത്തിക്കോളാം. അത് വേണ്ട, നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ. ഇറ്റ്സ് മൈ സ്ട്രോങ് ഡിസിഷൻ. Then okay. എന്താ
DGP അങ്ങള് ഞങ്ങളെ ക്ഷണിച്ചതാ. ഞങ്ങളും തയ്യാറായി നിക്കട്ടെ ഏട്ടാ. ഇതൊക്കെ എന്നോടാണോ ചോദിക്കുന്നത്? ഇവിടെ ഏട്ടത്തിയില്ലേ? ചോദിക്ക്, അനുവാദം മേടിക്ക്. ഇവരും കൂടി വന്നോട്ടെ അല്ലേ? ഓ, മർമ്മവും വന്ന് നിൽക്കുന്നുണ്ടല്ലോ, എന്താണാവോ? പിള്ളേരെയും കൂട്ടി കൃത്യമായിട്ട് അങ്ങോട്ട് എത്രേ ഗോപാലപിള്ളേ എന്നാണ് DGP അധ്യക്ഷനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും കൂടി. പിന്നെ അവിടെ കണ്ണ് കെട്ടാരിക്കാൻ കോലത്തിന്റെ കുറവും കൂടിയുണ്ട്. ഇത് എല്ലാരും എന്നോടാണോ ചോദിക്കുന്നത്? ഇവിടെ കമ്മീഷണറുടെ ഭാര്യയുണ്ട്, DGP അദ്ദേഹത്തിന്റെ മകളുണ്ട്. അങ്ങോട്ട് ചോദിച്ചാൽ മതി. അതാരടാ രണ്ടുപേര്? രണ്ടും ഒരാള് തന്നെ. ദാ നിൽക്കുന്നു. മരുമോള് സമ്മതിക്കുകയാണെങ്കിൽ വന്നാ മതി. പോയിട്ട് വരട്ടെ കുട്ടാ. സഞ്ജു, ഐ എം സീരിയസ്. കൃത്യം എത്ര മണിക്ക് വരും? കൃത്യം 7 മണിക്കെത്തും. ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കണോ? വേണ്ടെന്നേ, എത്തും. മുമ്പൊക്കെ പറ്റിച്ച പോലെ പറ്റിക്കാനല്ലല്ലോ. അല്ല, ഉറപ്പ്. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. സമയമായില്ല. സാർ ഒന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് പോകണ്ടേ സാർ? പോണം. എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയിട്ട് വേണം ഗീതുവിനും കൂട്ടി പോവാൻ. ആ, സമയമുണ്ട്. ആ മോളെ, ഡാഡി? സഞ്ജീവൻ എത്തിയില്ലേ? ഇല്ല ഡാഡി, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. കൃത്യം 7 മണിക്ക് എത്താന്നാ പറഞ്ഞത്. അവിടെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയ ഡാഡി. ആ, വന്നോണ്ടിരിക്കുന്നു. ഹ, എല്ലാരും മോളെയും സഞ്ജീവനെയും അന്വേഷിക്കുന്നുണ്ട്. ഡോണ്ട് വറി ഡാഡി, ഞങ്ങൾ ഉടനെ എത്താം. വിൽ റീച്ച് സൂൺ. എന്താ സാർ, സഞ്ജീവ് പുറപ്പെട്ടില്ലേ? ഇപ്പൊ ഇങ്ങെത്തും. കാണുന്നില്ലല്ലോ. വൈകുകയാണെങ്കിൽ നമുക്കങ്ങ് പോവാൻ മോളെ. അവനങ്ങ് വരും. അങ്ങനെ പോകുന്നില്ല. 7 മണിക്ക് വരാന്ന് പ്രോമിസ് ചെയ്തിട്ടാ പോയിരിക്കുന്നത്. എന്നെ തോൽപ്പിക്കാമെന്നായിരിക്കും. അത് നടക്കില്ല. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. ഹലോ, എന്താ ഉണ്ടായത്? ഹലോ, നിങ്ങളാണ്? ഹലോ, എന്റെ സാറേ, എന്താ ജീപ്പും കാറും ഒക്കെ? അവന്റെ വണ്ടി കാണുന്നില്ലല്ലോ. അവനവിടെ പോയി? എപ്പോഴാ സംഭവിച്ചത്? എവിടെ വെച്ചാ? ആക്സിഡന്റ് ആയിരുന്നു? എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്ത് സംഭവിച്ചു എന്നാ? സാർ, ഇവരറിഞ്ഞില്ലാന്ന് തോന്നുന്നു. നമ്മൾ അറിയിക്കണം. എപ്പോഴായാലും അവർ അറിയണമല്ലോ. അറിയേണ്ടതല്ലേ? എന്താ എന്താ നിങ്ങൾ അടക്കം പറയുന്നത്? എന്താ ഉണ്ടായത്? സഞ്ജീവൻ സാറ്. സഞ്ജീവൻ സാറ്? സഞ്ജീവൻ എന്തോ അത്യാഹിതം മരിച്ചുപോയെന്നാ കേട്ടത്. മോനുടെ വണ്ടികളെല്ലായിടത്തും പുറത്തിട്ട്. ഒത്തിരി വണ്ടികൾ വരാനുള്ളതാ. ആക്സിഡന്റ് ആയിരിക്കും. കമ്മീഷണല്ലേ, വല്ല വിരോധികളും തട്ടിക്കളഞ്ഞതാണോ? അതാ കൊണ്ടുവന്നെന്ന് തോന്നുന്നത്. അയ്യോ, തള്ളി കേറാതെ. ഇത് സഞ്ജീവ സാർ അല്ല, സൽപ്പേര് സദാനന്ദന. ദൈവമേ, അയ്യോ.
ഞങ്ങളുടെ ഒരേ ഒരു ചേട്ടൻ പോയേ. ഞങ്ങൾക്ക് ആരുമില്ലേ? ബഹളം വെക്കണ്ട, ജീവൻ പോയിട്ടില്ല. സഞ്ജീവ സാറ് മരിച്ചതറിഞ്ഞ് 3 പ്രാവശ്യം ബോധം കെട്ടതാ. ഇനിതാ ചേട്ടാ. എവിടെ എവിടെ എന്റെ സഞ്ജീവ സാറ്? എടോ കുറെ നേരമായിട്ട് താന്റെ ക്ഷമയെ പരിശോധിക്കുന്നു. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. താമാറ് സാറേ, എനിക്കറിയാം DGP അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികത്തിന് സാറിന് പോണോന്നറിയാം. ഈ അഗതിയുടെ ആവശ്യം സാധിച്ചു തന്നാൽ ഞാൻ സാറിനെ ഉടനെ വിടാം. എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാനും കൂടെ വരാം. സാർ ദേ, ഇത് അന്ന് കൊണ്ടുവന്ന പെട്ടിയാ. പിന്നെ ആ കാറ് നിറയെ പെട്ടികളാണ് സാർ. എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ സാറിന് തീരെഴുതി തരാം. നിർത്തോ. ഇത്രയും നേരം ഞാൻ മര്യാദയുടെ ഭാഷയെ പറഞ്ഞു. ഇനി തന്നെ ഞാൻ തൊഴിച്ചു മാറ്റണോ? തൊഴിക്കണം സാർ. അങ്ങയുടെ തൊഴി കിട്ടുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എത്ര തൊഴിയാന്ന് വെച്ചാൽ തൊഴിച്ചിട്ട് എന്റെ റാംബോ എനിക്ക് വിട്ടുതരണം സാർ. വണ്ടി എടുക്കണോ? വണ്ടി എടുത്തോളൂ സാർ. അങ്ങയെപ്പോലൊരു മഹാമനുഷ്യന്റെ വണ്ടിയുടെ അടിയിൽപ്പെട്ട് മരിച്ചാൽ എനിക്ക് സ്വർഗലോകം ഉറപ്പാ. കൊന്നോളൂ എന്നെ. ഓ, ഇത് വലിയ മാരണമായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കേറ്റി ഇറക്കട്ടോ സാറേ. എന്താടി കേക്കുന്നേ? എവിടെ വെച്ച് സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ഒരു രൂപമില്ല സാർ. എന്നെ ഫോൺ ചെയ്ത് അറിയിച്ച ഒരു സ്ത്രീയാണ്. ടി.ടി.പുരം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. എന്നെ വിവരറിയിച്ച് ദേശസ്നേഹി പത്രക്കാരാ. ഞാൻ അപ്പൊ തന്നെ ഒരു കമ്മീഷണർ മരിച്ചു എന്ന് നാളത്തേക്ക് വാർത്ത പറഞ്ഞിട്ട് എവിടെ വെച്ച് മരിച്ചു, എങ്ങനെ മരിച്ചു എന്ന് പോലീസുകാർക്ക് പോലും അറിയില്ലേ? ഇതെന്താ വാലും തുപ്പില്ലാത്ത ഡിപ്പാർട്ട്മെന്റോ? ഞാൻ മാറൂല്ല. എടിക്കണോ? ഇനി തന്നോട് വേദം മോതിയിട്ട് കാര്യമില്ല. മറിയടോ. അപ്പൊ സാറിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല? ഇല്ലടോ, ഇടിയട്ടെ. ഇനി സാറിനോട് താണുകേട് അപേക്ഷിച്ചാൽ ശരിയാവില്ല. കാര്യങ്ങൾ അതിന്റെ വഴിയാവണ്ണം നടക്കട്ടെ. പെട്ടി സാറിന് വേണ്ട, വേറൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ മക്കളെ, ഇങ്ങോട്ട് വരുന്നേടാ. ഇത് റാംബോയുടെ കൂട്ടുകാരാ. ഇവരകത്തായിട്ടില്ല. ഡാ, കമ്മീഷൻ സാറിന് കൊടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ കൊടുത്തേക്ക്. അങ്കിൾ വണ്ടിയിലിട്ടിരിക്കാം. ഹലോ, പറയണോ, ഇന്ന് എപ്പോഴാണോ താൻ സഞ്ജീവനെ അവസാനമായിട്ട് കണ്ടത്? വൈകുന്നേരം 4 മണിക്ക് എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മാഡത്തിനെയും കുട്ടി ആനിവേഴ്സറിക്ക് പോണോന്നും പറഞ്ഞ് അദ്ദേഹം പോയത്. അത് അവസാന യാത്രയായിരിക്കും എന്ന് അറിഞ്ഞില്ലേ മോനെ? താൻ കൺട്രോൾ റൂമിൽ വിളിച്ച് വിശദമായ റിപ്പോർട്ട് ശേഖരിക്കും. Yes, sir. വാടോ, നമുക്ക് എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് അന്വേഷിക്കാം. നമ്മൾ അയൽവക്കാരാടി. എന്റെ സാറ് മരിച്ചാലും നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും. എന്നും. അതല്ലതേ, സഞ്ജീവ സാർ വന്ന് നിൽക്കുന്നു. മോളെ
താനത് എവിടെയായിരുന്നോ? സാർ, വരുന്ന വഴിക്ക് കുരുക്കളുടെ ആൾക്കാരുമായിട്ട് ചെറിയൊരു പ്രശ്നം. എന്താ എല്ലാരും കൂടി ഇവിടെ? വെഡിങ് ആനിവേഴ്സറി ഇങ്ങോട്ട് മാറ്റിയോ സാർ? താൻ മരിച്ചെന്നാരോ ഫോൺ ചെയ്ത് അറിയിച്ചു. കാളെ പറ്റെന്ന് കേൾക്കുമ്പോ കയറെടുക്കുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാര്. തന്നെയല്ലടോ ഞാൻ ചാർജ് ഏൽപ്പിച്ചിരുന്നത്. എന്തായിരുന്നു ഫോൺ സന്ദേശം? സഞ്ജീവൻ IPS മരിച്ചുപോയി എന്ന് മാത്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഒരു സ്ത്രീയായിരുന്നു. ആരെന്നും എന്തെന്നും പറയാതെ ടെലിഫോൺ കട്ട് ചെയ്തപ്പോ തന്നെ അതൊരു ഫാൾസ് ന്യൂസ് ആണെന്ന് എനിക്ക് തോന്നിയില്ലേ? വൈ കുഡ്ന്റ് യു കോൺടാക്ട് ദ ടെലിഫോൺ എക്സ്ചേഞ്ച്? വിളി എവിടുന്നാ വന്നതെന്ന് മനസ്സിലാക്കാമായിരുന്നല്ലോ. അപ്പൊ ഒരു സ്ത്രീയാണ് വില്ലത്തി. ഇത് വാടക വീടല്ലേ? പണ്ടങ്ങോ തൂങ്ങിച്ചെത്തൊരു സ്ത്രീയുടെ ആത്മാവായിരിക്കോ ഫോൺ ചെയ്ത്? സാർ, വിളിച്ചു പറഞ്ഞത് ആരാണെന്ന് ഏകദേശം മനസ്സിലായി. പക്ഷെ അത്ര പെട്ടെന്ന് കുറ്റം സമ്മതിക്കുന്ന കക്ഷിയല്ല. ചോദ്യം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മർദ്ദിക്കേണ്ടതായും വരും. ഇതിൽ മറ്റാരും ഇടപെടാൻ പാടില്ല. Can I? യെസ് യു ക്യാൻ. ഈ കടുങ്കൈ ചെയ്ത് ആരായാലും ഷൂട്ട് ചെയ്യേണ്ടതാണ്. യു പ്രൊസീഡ്. താങ്ക് യു സാർ. ഏട്ടനൊന്നുമില്ല മക്കളെ, ഒന്നുമില്ല സാർ. അയ്യേ, കരയല്ലേ കൂട്ടാ. ഓടിങ്ങോട്ട്. ഞാൻ ചത്തുപോയിന്ന് ഫോൺ ചെയ്ത് അറിയിച്ച് നീയല്ലേ? ഞാനോ? എന്തായി പറയുന്നേ? പറയടി. ഞാൻ ആർക്കും ഫോൺ ചെയ്തിട്ടില്ല. നിഷേധിക്കാൻ നോക്കണ്ട, ഒന്നുകളയും ഞാൻ. താൻ എന്ത് അസംബന്ധമാണോ ഈ പറയുന്നത്? ജീവനോടെ ഇരിക്കുന്ന ഭർത്താവ് മരിച്ചുപോയെന്ന് ഏതെങ്കിലും ഒരു ഭാര്യ പറയുവോ? ഒരു ഭാര്യയും പറയില്ല. പക്ഷെ ഇവള് പറയും. ഇവളുടെ നാവിൽ നിന്ന് മാത്രമേ അത്ര ഒരു വാർത്ത പുറത്തു വരൂ. സാർ പ്ലീസ്, സാർ ഇതിൽ ഇന്റർഫിയർ ചെയ്യരുത്. പറയടി, നീയല്ലേ ഫോൺ ചെയ്തത്? അല്ല അല്ല അല്ല. പറയടി. ഞാനല്ല. ഞാനല്ല. പറയടി. അത് കണ്ടില്ലേ നമ്മുടെ മോള്? അവളാണത് ചെയ്തതെങ്കിൽ അവളത് അർഹിക്കുന്നു. നിങ്ങൾ നോക്കി നിൽക്കാട്ടെ. സത്യം പറയാൻ. എന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള റിവെഞ്ച് ആളിക്കത്തുകയായിരുന്നു. ഫോൺ ചെയ്തത് ഞാനാ. ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. ചത്തില്ലെങ്കിൽ കൃത്യം 7 മണിക്ക് വരുമെന്ന് പറഞ്ഞ വ്യക്തി 8:45 എത്തിയില്ല. അതിനർത്ഥം ചത്തുപോയെന്നല്ലേ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. കൊന്നോ, ഇനി എന്നെ കൊന്നോ. യഥാർത്ഥ പ്രതിയുടെ നാവിൽ നിന്ന് എന്നെ സത്യം എല്ലാരും കേട്ടില്ലേ? ഇവള് ഒരു മനുഷ്യ സ്ത്രീയായി നല്ലൊരു ഭാര്യയായിട്ട് മാറ്റിയെടുക്കാൻ എനിക്ക് പലതും ചെയ്യേണ്ടി വന്നു. പലപ്പോഴും സഹിച്ചു, ക്ഷമിച്ചു. പക്ഷെ നന്നാവില്ല. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണെന്നുള്ള ഹുങ്ക്. ജനിച്ചു വളർന്ന മണ്ണിന്റെ മണവും മൂല്യവും സംസ്കാരവും പഠിക്കാത്ത ഇവൾക്ക് രക്തബന്ധവും വ്യക്തിബന്ധവും സ്നേഹവും സാഹോദര്യവും ഒന്നും മനസ്സിലാവില്ല സാർ. ഈ ജന്മം ഇവൾക്കൊരു ഭാര്യയാവാൻ കഴിയില്ല. എത്രമാത്രം അഹങ്കാരിയാണ് ഇവളെന്ന് നിങ്ങളെയൊക്കെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അതിനുള്ള അവസരം അവള് തന്നെ ഉണ്ടാക്കി തന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭർത്താവിനെ മരിച്ചുപോയെന്ന് പരസ്യപ്പെടുത്തി ഇവൾ നാളെ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ വാക്കത്തി കൊണ്ട് വെട്ടി നോക്കാനും മടിക്കില്ല. എനിക്ക് നീ ഭാരം ചുമക്കാൻ വയ്യ. എനിക്കിവിടെ വേണ്ട. സഞ്ജീവൻ. അതെ സാർ, പണ്ട് ഇതുപോലൊരു പോലീസ് സേനയുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഇവളുടെ കഴുത്തി താലി കെട്ടിയത്. ഇന്ന് അതുപോലൊരു പോലീസ് സേനയുടെ മധ്യത്തിൽ വെച്ച് ഞാനിവളെ ഉപേക്ഷിക്കുന്നു സാർ. അങ്ങയുടെ മകളാണെന്ന് അഭിമാനിക്കുന്ന അഹങ്കരിക്കുന്ന ഇവൾ അങ്ങേക്ക് കൊണ്ടുപോവാം. വിവാഹമോചനമോ സ്ത്രീപീഡന കേസോ എന്ത് വേണേലാകാം. ഐ എം സോറി സാർ, പാർഡൺ മീ. വാ മക്കളെ. അച്ഛാ